നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇവിടെ കേരളത്തില് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ പറുദീസയാണ് കേരളം. നമ്മുടെ കേരളത്തിലും ഇവിടെയുള്ള ആളുകളും അങ്ങ് വെളിയിലേക്ക് പുറം രാജ്യങ്ങളിലേക്ക് പണിയെടുക്കാൻ പോകുന്നത് പോലെയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തെ കാണുന്നത്. കാരണം കേരളം അവരുടെ പറുദീസയാണ്. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കരളലിയിപ്പിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഭാര്യ സൈക്കിളിൽ നിന്നും വീണ് മരിച്ചു. 3 കുട്ടികളുടെ അമ്മ കൂടിയാണ്. ബോഡി വിട്ട് കിട്ടാനായിട്ട് പണമില്ലാത്തത് കൊണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് മുന്നിൽ ആ മരിച്ച യുവതിയുടെ ഭർത്താവും 3 കുഞ്ഞുങ്ങളും പണം അടയ്ക്കാനില്ലാത്ത കാരണം അവിടെ ഇരിക്കുകയാണ്. കാരണം ആ അന്യസംസ്ഥാന തൊഴിലാളിക്ക് ആകെ അറിയുന്നത് അയാളുടെ കോൺട്രാക്ടറുടെ നമ്പറാണ്. ആ നമ്പറിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല, എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ CPM സജി ചെറിയാൻ വരികയും യഥാവിധം കോൺട്രാക്ടറിനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം. സജി ചെറിയാന്റെ വാക്കുകളിലേക്ക് നമുക്ക് കിടക്കാം. ഒപ്പം കോൺട്രാക്ടറായ വിനോദിനെ വിളിച്ച് സംസാരിക്കുന്ന ഭാഷ്യവും നമുക്ക് കേൾക്കാം. വീഡിയോയിലേക്ക്. വിനോദാണോ സജി ചെറിയാൻ? ഈ അവിടെ ജോലി ചെയ്തിട്ട് ഈ മരിച്ചിട്ട് വരുന്നത് അറിഞ്ഞില്ലേ? എവിടെ നിന്ന് കിട്ടിയാലും നിനക്ക് അഡ്രസ്സും ഡീറ്റെയിൽസും ഇല്ല. നീ മെഡിക്കൽ കോളേജിൽ പോവാ. കാര്യങ്ങൾ സംസാരിച്ച് താൻ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ബോഡി കൊണ്ട് വെച്ചിരിക്കല്ലേ? നീ ഇതിന്റെ കേസ് വരുത്തില്ലേ? വഴി വെച്ച് കിട്ടുന്നല്ലേ വെച്ച് നിങ്ങളുടെ ജോലി ചെയ്താണെന്ന് പറഞ്ഞു. പറഞ്ഞ് 2 വർഷം നിങ്ങളുടെ ജോലി ചെയ്യുന്ന പറയുന്നത്. 2 years. എത്ര കാലമായിട്ട് നിന്റെ ജോലി ചെയ്യുന്നുണ്ട്? അതല്ല, അതൊക്കെ ഒരു മനുഷ്യത്വമല്ലേ, മാനുഷികമായി ചെയ്യേണ്ട കാര്യമല്ലേ? ഒരു അപകടം സംഭവിച്ചു, ഭാര്യ മരിച്ചു പോയി, 3 കൊച്ചു കുഞ്ഞുങ്ങൾ, 1.5 വയസ്സുള്ള കുഞ്ഞ്, 2 വയസ്സുള്ള കുഞ്ഞ്. ഏതാ എഞ്ചിനീയർ ആരാ? വിനോദ് ഇപ്പൊ ഇവിടെ വരെ മെഡിക്കൽ കോളേജിലോട്ട് വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് പാ, നീ ബാക്കി നമുക്ക് സംസാരിക്കാം. ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത ആളിന്റെ ഭാര്യനെ മരിച്ചുപോയെ. ഇതൊരു മാനുഷികമായ കാര്യമല്ലേ? നിങ്ങളുടെ ജോലി ചെയ്തതിലും വേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളല്ലേ? ഒരു മനുഷ്യത്വം വേണ്ടേ? നിങ്ങൾക്ക് പൈസയുടെ ബുദ്ധിമുട്ടാന്ന് പൈസ ഒന്നും പ്രശ്നമില്ല, നമുക്ക് വേറെ കൈകാര്യം ചെയ്യാം. അതല്ലല്ലോ വിഷയം. നിങ്ങൾക്ക് ആകെ പരിചയമുള്ള ഇയാൾക്ക് പരിചയമുള്ള നിങ്ങളെ മാത്രമേ ഉള്ളൂ. അതായി പറയുന്നത്. അയക്ക് ആകെ പരിചയം നിങ്ങളെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഇങ്ങോട്ട് മെഡിക്കൽ കോളേജിലോട്ട് വാ, നമുക്ക് സംസാരിക്കാം. പൈസയുടെ കാര്യം നിങ്ങൾ വിഷമിക്കേണ്ട, പൈസ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്തോളാം. കേട്ടല്ലോ, ഇതിൽ വിനോദ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഭാര്യയാണ് ഇവിടെ മരിച്ചത്. തൊഴിലാളി മരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് പണം കൊടുക്കേണ്ട കാര്യമുള്ളൂ എന്നാണ്. ഇത് ശരിക്കും മനുഷ്യത്വം ഇല്ലാത്ത ഒരു പ്രവണതയല്ലേ? കാര്യം എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു നാട്ടിൽ നിന്ന് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് ഒരാൾ പണിയെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരൊറ്റ ലക്ഷ്യമല്ലേ ഉള്ളൂ, അയാളുടെ കുടുംബം പോറ്റണം. മാത്രമല്ല അയാൾ ഒറ്റയ്ക്കല്ല, അയാളുടെ കുടുംബം അടക്കമാണ് അയാൾ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു യുവതി, അതായത് ആ 3 കുട്ടികളുടെ അമ്മ മരിച്ചു. ആ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ആ വരാന്തയിൽ ഇരുത്തി അയാളും അവിടെ കാവൽ നിൽക്കുകയാണ്, തന്റെ ഭാര്യയുടെ മൃതദേഹം വിട്ടു കിട്ടാനായിട്ട്. ഇതൊരു മലയാളിയാണെങ്കിലോ? നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ഓരോ നാട്ടിലെ ആൾക്കാരെന്ന് വേർതിരിവ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി ഉടമ കാണിച്ചത് വളരെ വളരെ മോശമായിട്ട് പ്രവൃത്തി തന്നെയാണ്. കോൺട്രാക്ടറായി വിനോദും ഉൾപ്പെടെ കാണിച്ചത് മനുഷ്യപ്പറ്റില്ലാത്തൊരു പ്രവണത തന്നെയാണ്. സ്വന്തം സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഭാര്യ മരിച്ചതില് അയാൾക്ക് പണം പോലും കൊടുക്കാതെ, അയാൾ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാതെ ഇത്ര ക്രൂരത കാണിക്കണമെങ്കിൽ ഇവരെയൊക്കെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമോ? പ്രബുദ്ധ മലയാളികൾ നമുക്കിത് ഇന്നൊന്നും തുടങ്ങിയതല്ല. കാരണം നമ്മൾ വയനാട്ടില് മധുവിനെ കൊന്നത് നമ്മൾ കണ്ടതാണ്. ആൾക്കൂട്ട വിചാരണ ചെയ്ത് ആൾക്കൂട്ട കൊലപാതകം നടത്തിയതെല്ലാം നമ്മൾ കണ്ടതാണ്. ആ കണ്ട് മരവിച്ച നമ്മുടെ മനസ്സ് അന്ന് മരവിച്ച് പോയതാണ്. ഇതാ 2026 പിന്നെയും അതേപോലെ സമാനമായ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നല്ലതെന്ന് പറഞ്ഞാൽ നല്ലത് തന്നെ പറയണം. കാരണം സജി ചെറിയാൻ ഇടപെടുകയും ചെയ്തു. ആവശ്യത്തിനുള്ള പണം ഞാൻ നിനക്ക് തരാം എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ആ ഒരു ഉറപ്പിന്മേലാണ് ആ മൃതദേഹം വിട്ടുകിട്ടുന്നതും അദ്ദേഹം, അതായത് ആ അതിഥി തൊഴിലാളികളും 3 കുട്ടികളും ആ ഭാര്യയുടെ മൃതദേഹത്തിനൊപ്പം അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് യാത്ര തിരിക്കാൻ പോകുന്നതും. ഇതും നമ്മുടെ പ്രബുദ്ധ മലയാളികളുടെ മനുഷ്യത്വം മരവിച്ച ഒരു വിഭാഗത്തിന്റെ കഥ കൂടിയാണ്. ഇതുപോലെ അറിയപ്പെടാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. കാരണം ഇവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നേറ്റീവ് കാർഡ് എന്ന് പറഞ്ഞ ഒരു കാർഡ് ഇവിടെ കൊടുത്തിരുന്നു. ആ കാർഡ് വലിയൊരു വിവാദമായതായിരുന്നു. കാരണം അന്യസംസ്ഥാന തൊഴിലാളികളെ വിട്ടുവിടാൻ പാടില്ല, അവർക്കും നമ്മുടെ നാട്ടിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ കൊടുത്തൊരു കാർഡായിരുന്നു നേറ്റിവിറ്റി കാർഡ് എന്നുള്ളത്. ആ നേറ്റിവിറ്റി കാർഡ് കൊടുത്തത് കൊണ്ട് ഇവിടെ ഒരുപാട് വിവാദം വന്നിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ നേറ്റിവിറ്റി കാർഡ് നമ്മുടെ കേരളത്തിൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മലയാളികളുടെ മനുഷ്യത്വം മരവിച്ചൊരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. മലയാളികളുടെ പ്രബുദ്ധ മലയാളികൾ എന്ന് നമ്മൾ സ്വയം
സ്വയം പൊക്കി പൊക്കി പറയുമ്പോൾ മലയാളികളുടെ മനുഷ്യത്വം പറ്റിയ ചില മലയാളികളുടെ യഥാർത്ഥ മുഖം കൂടിയാണ് ഇങ്ങനെ വ്യക്തമാകുന്നത്. തൊഴിൽ തേടി ഈ മറ്റൊരു സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ഉപജീവന മാർഗം തേടി വന്നതാണ്. കുടുംബം അടക്കം വന്നിട്ടുണ്ടെങ്കിൽ കുടുംബത്തെ പോറ്റാൻ വേണ്ടി വന്നതാണ്. ആ പോറ്റാൻ വേണ്ടി വന്നവരിൽ ഒരാൾ മരണപ്പെട്ടു. അതും വിനോദ് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഈ ഒരു തൊഴിലാളിയുടെ ഭാര്യയാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരുവിധ സഹായം ചെയ്യേണ്ട കാര്യമില്ല. മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ്, ഒരു മനുഷ്യനാണ്. മനുഷ്യൻ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതൊന്നും തിരിച്ചറിയാതെ നിങ്ങളുടെ കയ്യിൽ എത്ര പണം ഉണ്ടായാലും പണം കഴിക്കുന്ന മരം ഉണ്ടായാലും ഒരു കാര്യവുമില്ല. കാരണം ആ ഒരു വ്യക്തിയുടെ ജീവന്റെ പാതിയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മെഡിക്കൽ കോളേജിന് മുന്നിൽ 3 കുരുന്നുകളെയും കൊണ്ട് ഇരിക്കുന്നത്. ഈ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് സജി ചെറിയാൻ ഇടപെട്ടതും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മൃതദേഹവും 3 കുട്ടികളെയും കൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് പോകാൻ എത്രയാണോ പൈസ അതെല്ലാം ഞങ്ങൾ ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞ് അദ്ദേഹം വന്ന് പറഞ്ഞതും, രക്ഷകനായിട്ട് വന്ന് പറഞ്ഞതും ഈ ഒരു അവസരത്തിൽ തന്നെയാണ്. വിനോദിനോട് അദ്ദേഹം ഫോൺ വിളിച്ച് സംസാരിക്കുന്നത്, പണത്തിന്റെ കാര്യമാണെങ്കിൽ നീ പേടിക്കേണ്ട, ഞങ്ങൾ കൊടുത്തോളാം, പക്ഷെ നീ ഇവിടെ വാ, കാരണം ഈ ഒരു തൊഴിലാളിക്ക് അറിയുന്ന ഒരു വ്യക്തി നിങ്ങൾ മാത്രമേ ഉള്ളൂ, എന്നാലേ കാര്യമുള്ളൂ. അഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഇവിടെയുള്ള വേറെ ആർക്കും അറിയില്ല, വിനോദ് എന്നൊരു വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് വിനോദിനോട് വരാൻ പറഞ്ഞത്. പക്ഷേ ഇത് നമ്മുടെ മനസ്സിലൊരു ചോദ്യചിഹ്നമായി മാറേണ്ടതാണ്. മനുഷ്യനെ തന്നെ സഹായിക്കാൻ മറക്കുന്ന പല രംഗങ്ങളുമുണ്ട്, പല അവസ്ഥകളുമുണ്ട്, നിസ്സഹായ അവസ്ഥയുണ്ട്. ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയാണ് പണമില്ലായ്മ. പ്രത്യേകിച്ച് തന്റെ ഭാര്യയുടെ മൃതശരീരം പോലും വിട്ടുകിട്ടാനായിട്ട് പണമില്ലാത്തൊരവസ്ഥ. മൃതശരീരം സ്വന്തം നാട്ടിലേക്ക് പോലും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് പണമില്ലാത്തതും. ഇതൊക്കെ തിരിച്ചറിയാൻ ഒരു മലയാളിക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറായ ഒരു മലയാളിക്ക് സാധിക്കുന്നില്ല എങ്കിൽ, നമ്മൾ ഈ ഏറ്റവും ക്രൂരന്മാരും ഇവിടുത്തെ മലയാളികളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എന്തിനും കാണിച്ചു തരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ വലിയ ക്രൂരന്മാരാണെന്ന് നമ്മൾ എപ്പോഴും വായിട്ടലയ്ക്കാറുണ്ട്. ശരിക്കും അവരെ പോലെ തന്നെ ഒരു ക്രിമിനൽ മെന്റാലിറ്റിയും സഹായിക്കാനായിട്ട് ഭയങ്കര അസഹിഷ്ണുതയുള്ള ഒരു സംഘം, അല്ലെങ്കിൽ ഒരു മനുഷ്യത്വം പറ്റിയ ഒരു തലമുറ നമ്മുടെ ഈ നാട്ടിലും ഇല്ലേ? ഇതൊരു വലിയൊരു ചോദ്യം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയണം. സജി ചെറിയാനോ ആ ഒരു കുടുംബത്തിന്റെ 100 കോടി പുണ്യം ലഭിക്കുന്നതായിരിക്കും.